എന്താണ് ഈ ഫാൻസിന് പറ്റിയെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം റോക്ക് വേണം വരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഇപ്പോൾ ഈ രീതി പ്ലേറ്റ് തിരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. കോഡി വേഴ്സസ് റോമൻ ആ ഒരു മാച്ചിനെക്കാട്ടി എന്തുകൊണ്ട് എനിക്ക് തോന്നി അതായത് നല്ലൊരു മാച്ചെന്ന് എനിക്ക് തോന്നിയത് റോമൻ വേഴ്സസ് റോക്ക് മാച്ച് തന്നെയാണ്. അതായത് സോഷ്യൽ മീഡിയ വലിയൊരു ക്യാമ്പയിൻ തന്നെ നടക്കുകയാണ്, വലിയൊരു ഹെയ്റ്റ് ക്യാമ്പയിൻ തന്നെയാണ് നടക്കുന്നത്. അതായത് റോക്ക് വേണ്ട ഞങ്ങൾക്ക് കോടി മതി റോമനെതിരെ റസൽമേനിയ 40 മത്സരിക്കുക എന്ന തരത്തിലാണ് ഇപ്പോൾ ക്യാമ്പയിൻ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എനിക്ക് പറയാനുള്ളത് അതായത് റോക്ക് വേഴ്സസ് റോമൻ അത് നമുക്ക് എപ്പോഴും നടത്താൻ പറ്റുന്നൊരു മാച്ചില്ല. പക്ഷേ കോഡി വേഴ്സസ് റോമൻ നമുക്കത് എപ്പോൾ വേണമെങ്കിലും നടത്താം. സോ ഇതുപോലൊരു മാച്ച് വരുമ്പോൾ ആ ഒരു മാച്ചിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ കോഡി വേഴ്സസ് റോമൻ മാച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തർത്ഥത്തിലാണ് ഒരു പിടിയും കിട്ടുന്നില്ല. എനിക്കൊന്നും ആ ഒരു സ്റ്റോറി ലൈൻ അതായത് ഫിനിഷ് ദ സ്റ്റോറി എന്നൊരു സ്റ്റോറി ലൈനൊക്കെ പോയതുകൊണ്ടായിരിക്കാം പ്രത്യേകിച്ച് ഈ അമേരിക്കക്കാർക്കൊക്കെ അത് യു എസിലുള്ളവർക്കും പുറത്തുള്ളവർക്കുമൊക്കെ ഒരു സ്റ്റോറി ലൈൻ ബേസ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സോ അതുകൊണ്ടായിരിക്കും അവർ ആ ഒരു മാച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചിന്താഗതിയാണ് പ്രത്യേകിച്ച് ഒരു അമേരിക്ക അല്ലെങ്കിൽ യു എസ്കാരുടെ എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ റോമൻ റീഡ്സിനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നില്ല, വേറെ പലരും ഭയങ്കര സപ്പോർട്ടായിരുന്നു റോമൻ റീഡ്സിന്. ആ ഒരു 2015 തൊട്ട് ഇപ്പോഴും നല്ല സപ്പോർട്ടാണ്. പക്ഷേ അമേരിക്കക്കാർ അന്ന് തൊട്ടേ ബൂ ചെയ്യുന്നുണ്ടായിരുന്നു റോമൻ റീഡ്സിനെ. പക്ഷേ വിൻസ് McMahon അത് വലിയ വില വെച്ചില്ല. വിൻസ് McMahon റോമൻ റീഡ്സിന് ഫേസ് ഓഫ് ദ കമ്പനി അല്ലെങ്കിൽ പോസ്റ്റർ ബോയ് തന്നെ ആക്കാൻ നോക്കി. സോ അന്നേരം വലിയ ഹേറ്റ് ക്യാമ്പയിൻ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് വലിയൊരു ഹേറ്റ് ക്യാമ്പയിനാണ് റോക്കിനെതിരെ. സോ ഈ ഒരു ഹേറ്റ് ക്യാമ്പയിൻ മതിയാക്കണം. റോക്കിനെ പോലുള്ള ഇത്ര ഒരു ലെജൻഡ് അല്ലെങ്കിൽ റോക്കിനെ പോലെ ഇത്ര തിരക്കുള്ളൊരു വ്യക്തി റസൽമേനിയ ഒരു മാച്ച് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സോ ആ ഒരു മാച്ച് ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. സോ ഈ ഒരു റസൽമേനിയ റോക്ക് മത്സരിക്കുമെന്ന് ഏതാണ്ടൊക്കെ കൺഫേം ആണ്. പക്ഷേ ഈ ഒരു റസൽമേനിയ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഹാഷ്ടാഗൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ പറയാൻ കാരണമുണ്ട്. കാരണം ട്രിപ്പിൾ എച്ച് ഒരു സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയാണ്. CM Punkന്റെ കാര്യം നമുക്കറിയാം. CM Punkനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അതായത് കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രിപ്പിൾ എച്ച് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് CM Punkനെ WWE കൊണ്ടുവന്നത്. സോ അതുപോലെ തന്നെ ട്രെൻഡിങ് നിൽക്കുകയാണ് കോഡിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഹാഷ്ടാഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ ട്രിപ്പിൾ എച്ച് റീതിങ്ക് ചെയ്യാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ എനിക്ക് കാണാൻ ആഗ്രഹം റോമൻ വേഴ്സസ് റോക്ക് മാച്ച് തന്നെയാണ്. പിന്നെ എനിക്ക് അത്ര താല്പര്യമില്ലാത്തൊരു സൂപ്പർ സ്റ്റാറാണ് കോഡി റോഡ്സ് എന്ന് പറയുന്നത്. കാരണം എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിന് ഓവർ പുഷായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കേപ്പബിലിറ്റിയെക്കാട്ടി കൂടുതലും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഴിവിനെക്കാട്ടി കൂടുതലും ഓവർ പുഷ് നൽകുന്ന പോലെ എനിക്ക് ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട്. സോ എനിക്ക് കോഡി റോഡ്സ് മെയിൻ ഇവൻറ്റ് ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു WWE ചാമ്പ്യൻ അല്ലെങ്കിൽ റോമൻ റീഡ്സിന് ഈ ഒരു റെക്കോർഡ് പൊട്ടിക്കുന്നതിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. റോക്ക് പൊട്ടിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സൂപ്പർ സ്റ്റാർ പൊട്ടിച്ചാലും കുഴപ്പമില്ല. കോഡി റോമൻ അതെനിക്ക് നേരത്തെ തൊട്ട് താല്പര്യമില്ല. പക്ഷേ അദ്ദേഹം റോയൽ റംബിൾ വിജയിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു രീതി നമ്മളാരും വിചാരിച്ചില്ല കോഡി ഈ റോയൽ റംബിൾ വിജയിക്കുന്നു. പക്ഷേ അദ്ദേഹം ആ ഒരു ജയിച്ച രീതി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം CM Punk വിജയിക്കുമെന്ന് വിചാരിച്ചു. കോഡി വേറെ ലെവലിൽ പെർഫോമൻസ് നടത്തിക്കൊണ്ട് ആ ഒരു റോയൽ റംബിൾ വിജയിച്ചിട്ടുണ്ട്. സോ എനിക്ക് ആ ഒരു റോയൽ റംബിൾ അദ്ദേഹം വിജയിച്ച് ഇഷ്ടപ്പെട്ടു. ബട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല കോഡി റോഡ്സിൻ്റെ. സോ ഏത് രീതിയിൽ നോക്കിയാലും എനിക്കത്ര വലിയ താല്പര്യമില്ലാത്തൊരു സൂപ്പർ സ്റ്റാറാണ് കോഡി റോഡ്സ്. ബട്ട് ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കോഡി റോഡ്സിനെയാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതിൽ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കോഡിയുടെ കൂടാണോ റോക്കിൻ്റെ കൂടാണോ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക.